പുതിയ ലോകത്തിൻ്റെ ഞങ്ങളെയൊക്കെ നയിക്കുന്ന ഏറ്റവും പുതിയ ലോകത്തിൻ്റെ എഴുത്തുകാരൻ യുവാൽ നോഹ ഹരാരിയാണ്. ജെറൂസലേം യൂണിവേഴ്സിറ്റി, ജെറൂസലേമിലെ ഹീബ്രു സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള ഒരാൾ മാത്രമല്ല അദ്ദേഹം. 3 കാലത്തെ 3 പുസ്തകങ്ങൾ കൊണ്ട് അളന്നെടുത്ത് കഴിഞ്ഞ ഒരാളാണ്. നമ്മുടെ പഴയ വാമനെ പോലെ. ഭൂതകാലം മുഴുവൻ അളക്കാൻ അദ്ദേഹത്തിന് സാപ്പിയൻസ് എന്നൊരു പുസ്തകം മതിയായി. ഭാവിയെ മുഴുവൻ അളക്കാൻ അദ്ദേഹത്തിന് ഹോമോ ഡ്യൂസ് മതിയായി. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയായത് വർത്തമാനമാണ്. അതിനെ അളക്കാനാണ് അദ്ദേഹം 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി എഴുതിയത്. ഇപ്പോൾ അദ്ദേഹം ഇത് എല്ലാം തമ്മിലുള്ള കാലാതീതമായ ഒരു നെക്സസിനെ കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നത്. 4 പുസ്തകങ്ങൾ മതി, ഏറെയൊന്നും എഴുതേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് യുവാൽ നോഹ ഹരാരി ഈ വിഷയത്തെക്കുറിച്ച് സാറ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഞാൻ ചില പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. വേറൊന്നുമല്ല, യുവാൽ നോഹ ഹരാരി പറഞ്ഞത് 21ാം നൂറ്റാണ്ടിൽ ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു ഐഡിയോളജി വിൽപ്പനയ്ക്ക് വെക്കേണ്ടത് അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടല്ല, അതിൻ്റെ വീഴ്ചകൾ ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറ്റ് 100 എന്ന് പറയുമ്പോൾ സാറ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ഒരേ കാലത്തുണ്ടായ 100 കൊല്ലം മുമ്പുണ്ടായ 2 മൂവ്മെൻറ്റുകളാണ്. RSS ഉണ്ടായി, ഏതാണ്ട് അതേ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി ഇന്ത്യയിൽ. പക്ഷെ ഒന്ന് ഇന്ത്യയോളം വളർന്നു. ഞാൻ പറയുന്നത്, സാറ് പറയുന്നത് അതിൻ്റെ സാങ്കേതികമായ കണക്കിലല്ല, അംഗബലം കൊണ്ട് ഇന്ത്യയോളം വളർന്നു RSS എന്ന് പറയുന്നതിനേക്കാൾ സാങ്കേതികമായി ഇന്ത്യ ഭരിക്കാൻ വളർന്നു. എന്നാൽ ഇന്ത്യ പോയിട്ട് കേരളം പോലും ഭരിക്കാൻ ശേഷിയില്ലാത്ത, ഒറ്റയ്ക്ക് ഭരിക്കാൻ ശേഷിയില്ലാത്തൊരു നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകുന്നു. എന്തുകൊണ്ട് ഈ തളർച്ച എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഹരാരി പറഞ്ഞത് നമുക്ക് അതിൻ്റെ വീഴ്ചകൾ എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഞാനും സബാസി സാർ വീണ്ടും സംസാരിക്കും, പിയേഴ്സൺ സാർ വരാനുണ്ട്. ഞാൻ അതിനോട് ചേർത്ത് പറയുന്നത് 3 മിസ്റ്റേക്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുക, സാർക്ക് ധാരാളമായിട്ട് പറയുന്നത് ഞങ്ങൾ കേൾക്കാറുള്ളതാണ്, ഇവിടെ അദ്ദേഹം ചുരുക്കിയേ ഉള്ളൂ, ഇനിയും അദ്ദേഹം പറയും. ഒന്ന്, പ്രകൃതിയെ പരിഗണിക്കുന്നതിൽ പറ്റിയത് ആർക്കാണ്? എനിക്ക് തോന്നുന്നത് ഒരു വാക്ക് സാറ് പറഞ്ഞതിനെ ഞാൻ അടിവര ഇടുന്നു, മാർസിസ് റൈറ്റ് ബട്ട് മാർസിസ്റ്റ് ഈസ് റോങ്. പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ് മാർസിസ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മാർസിയൻ സാഹിത്യം വായിച്ചു നോക്കിയപ്പോൾ സാറെ യഥാർത്ഥത്തിൽ ലോകത്തിലെ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തെക്കാൾ ഏറെ നിലവിളിക്കുന്ന പ്രകൃതിയുടെ നിലവിളിക്ക് കാതുകൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന്റെ 3 കൊല്ലം മുമ്പ് ഭൂമിയുടെ മാനിഫെസ്റ്റോ ആണ് അദ്ദേഹം എഴുതുന്നത്. ഭൂമിയിലെ മാനവരാശിക്ക് 2 അവയവങ്ങളുണ്ട് എന്നും മനുഷ്യന്റെ മജ്ജയും മാംസവും അടങ്ങുന്ന ഭൗതിക ശരീരം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഓർഗാനിക് ബോഡി, മനുഷ്യന് 2 ശരീരമുണ്ട്. ഓർഗാനിക് ബോഡി ആണ് നമ്മുടെ ഇന്ന് കാണുന്ന ശരീരം. എന്നാൽ ഈ ഓർഗാനിക് ബോഡിയുള്ള മാനവരാശിയെ താങ്ങി നിർത്തുന്ന ഒരു അജൈവ ശരീരമുണ്ട്, അത് നേച്ചറാണ്. നേച്ചർ ഇസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് മാൻകൈൻഡ് എന്ന് പറഞ്ഞ മാർസിനെ നമ്മൾ മറന്നിട്ടുണ്ട്. ഒന്ന്, ഇത് പ്രകൃതിയെ മറക്കുന്നതിൽ മാത്രമല്ല, മനുഷ്യ പ്രകൃതം സൂക്ഷ്മമായും ഗൗരവമായും മനസ്സിലാക്കുന്നതിൽ ഒരാശയം എന്ന നിലയിൽ, പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകമാസകലം പരാജയം പറ്റിയിട്ടുണ്ടോ എന്ന് സോവിയറ്റ് അനുഭവങ്ങൾ തൊട്ട് ചൈനീസ് അനുഭവങ്ങൾ വരെ പരിശോധിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. മനുഷ്യ പ്രകൃതം എന്ന് പറയുന്ന ഒന്ന് ശാസ്ത്രീയമല്ല, പലപ്പോഴും ശാസ്ത്രാതീതമായ ഒന്നാണ്. അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ ഒരു സന്ദേഹം ഉന്നയിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംസ്കാരം പരിഗണിക്കുന്നതിൽ പറ്റിയിട്ടുണ്ടോ? മാർക്സിസ്റ്റുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്? നമ്മളിപ്പോൾ പറയുന്നത്, നമ്മൾ കണക്കാക്കിയിരിക്കുന്ന 1925 ഡിസംബർ മാസം 26-ാം തീയതി കാൺപൂരിൽ ഉണ്ടായി എന്നാണ്. ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത്. സെബാസ്റ്റ്യൻ സാറിന് ഇപ്പോൾ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ചോദ്യം ചെയ്യും. കാരണം CPIM വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. 1920 ഒക്ടോബർ 17 താഷ്കെൻഡിൽ ഉണ്ടായി. താഷ്കെൻഡ് എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയനിലാണ്, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. താഷ്കെൻഡിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് കലഹിച്ചുകൊണ്ടാണ് ഇതപര്യന്തം CPI നിൽക്കുന്നത്. ഒരേ മുന്നണിയിൽ 2 പാർട്ടികൾ തമ്മിലുള്ള കലഹം ഈ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നു ഈ NEPയുടെ ഫണ്ടും PM ശ്രീ ഒന്നുമല്ല അടിസ്ഥാന തർക്കം. അതൊക്കെ വയറ്റുപഴപ്പിന്റെ തർക്കമാണ്, മറ്റേത് വേഗം തീരും. ഇതല്ല, ഇത് അടിസ്ഥാന തർക്കമാണ്. ഇന്ത്യൻ മണ്ണിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതെന്നാണ്, അതല്ലാതെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന വാദം ഉണ്ടല്ലോ. ആ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ 105 ആണോ 100 ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രായം തുടങ്ങിയ തർക്കം വരും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സത്യഭക്തനെ പോലുള്ള ആളുകൾ ഉന്നയിച്ച വലിയ പ്രശ്നങ്ങളുണ്ട്. ആരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്കണായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് തന്നെ ഇങ്ങനെ മതിയോ?
സത്യഭക്ത് അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. പിന്നീട് അദ്ദേഹം പല വഴിക്കായിട്ട് അദ്ദേഹം പല വഴിയും ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിറങ്ങിപ്പോയി ഒരുപാട് പേരുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരെന്താണ്? ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നാണെങ്കിൽ ICP എന്ന് പേരിടണമെന്ന് വാദിച്ച ആളാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരിടണം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പേരിടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആഗോള ബ്രാൻഡും ആവുന്നു. അതിന്റെ ഒരു ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ചാപ്റ്ററായിട്ട് മാറും. അങ്ങനെ ഒരു ആഗോള പേര് വേണ്ട. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ വേണം. ഓരോ രാജ്യത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിക്കൊള്ളട്ടെ. എന്നിട്ട് അതിൻ്റെ ഒരു കൊളാബറേഷനോ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയോ ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. രണ്ട് ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും ഇന്ത്യൻ ഭാഷയിലാകണം. ഭാരതീയ സാമ്യവാദി ദൾ അല്ലേ, സാറിൻ്റെ പഴയ പാർട്ടിയാണ് ഈ ഭാരതീയ സാമ്യവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അദ്ദേഹം പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിന് ഒരു ഇന്ത്യൻ ഭാഷയിൽ, മലയാളത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ സെബാസ്റ്റ്യൻ സാർ പറയുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യവും അവസാനവുമായി കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിന് ഒരു പരിഭാഷപ്പെടുത്തിയത് ഞാൻ കണ്ടത് ഈ സത്യഭക്തിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് സാമ്യവാദി എന്നല്ലാതെ മിണ്ടിപ്പോകരുന്ന, ഇന്ത്യൻ മണ്ണിൽ ആരും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു പോകരുന്ന, അങ്ങനെയൊക്കെ വാദിച്ച മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കൾച്ചർ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയോ? ആർക്കൊക്കെ പറ്റി? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഇന്ത്യൻ കൾച്ചറിൽ ഊന്നിക്കൊണ്ട് അല്ലാതെ ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ആള് രാം മനോഹർ ലോഹിയാണ്. ലോകമാസകലം ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ രാമായണം എന്ന് കേട്ടാൽ ഉടനെ അതിനെ നമ്മൾ ഹിന്ദുത്വവാദി എന്ന് വിളിക്കും, മൃദു ഹിന്ദുത്വം എന്ന് വിളിക്കും. ലോകമാസകലം രാമായണ മഹോത്സവങ്ങൾ സംഘടിപ്പിച്ച ആള് ലോഹിയാണ്, രാം മനോഹർ ലോഹിയാണ്. അവർക്കറിയാമായിരുന്നു ഇന്ത്യയുടെ എണ്ണത്തെയും ശക്തിയും ദൗർബല്യവും അതാണ്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രകൃതിയെ നിഷേധിച്ചതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാർക്സിസ്റ്റുകൾക്ക് തെറ്റിയോ? രണ്ട്, കൾച്ചറിനെ നിഷേധിക്കുന്നതിൽ തെറ്റിയോ? പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പേരിൽ ഈ ഇടതുപക്ഷക്കാരോടും സെക്യുലറിസ്റ്റുകളോടും കലഹിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ അധികാരത്തിൽ വന്നത്. അവരോട് തർക്കിക്കാൻ പോകുന്നത് എങ്ങനെ വേണം? സംവാദാത്മകമായിട്ട് വേണം. സംവാദകം തന്നെയാണ് ജനാധിപത്യത്തിലെ പരിഹാരം. അല്ലാതെ ഈ കത്തിയുടെയും തോക്കിന്റെയും ഭാഷയിലല്ല സംസാരിക്കേണ്ടത്. നമുക്കറിയണം അത്. അപ്പോൾ രണ്ടാമതൊരു കാര്യം അതാണ്, ഈ സംസ്കാരത്തോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, സംവാദത്തിന്റെ ഭാഷ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയോ? ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ അതിന്റെ പ്രതിയോഗികളോട് പെരുമാറിയത്? ദാമോദരൻ എഴുതുന്നുണ്ട്, ട്രോട്സ്കി എന്ന് കേട്ടാൽ ഞങ്ങൾക്ക് ദ മോസ്റ്റ് പോയിസണസ് കോബ്ര എന്ന് പഠിപ്പിച്ചിരുന്നു അത്ര കമ്മ്യൂണിസ്റ്റുകാർ. ആലോചിച്ച് നോക്കൂ, പ്രതിയോഗികൾ, നമുക്ക് വിയോജിപ്പുള്ള ഏതെങ്കിലും ഒരു ആശയത്തോട് വിയോജിപ്പുള്ള മനുഷ്യനെ നമ്മൾ എന്തൊക്കെയാണ് വിളിച്ചത്? ഇപ്പൊ അംബേദ്കർ ഇപ്പൊ നമുക്ക് സ്വീകാര്യമാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വീകാര്യനാണ്. അംബേദ്കറെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ സംഘപരിവാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സാറേ, സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞോട്ടെ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഇതും മാറി വരാൻ സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഇന്നലെ പറഞ്ഞത് മാറ്റി പറയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഭാരത യക്ഷി എന്ന് വിളിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. അവരുടെ പുത്രനും പൗത്രനും ഒക്കെ നയിക്കുന്ന പാർട്ടിയോട് ഇന്നിപ്പോൾ ഒരു മുന്നണിയായി ചേരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുതിയ കാലം. ഇതിൽ പറയുന്ന ഒരു കാര്യം പലപ്പോഴും എനിക്ക് വലിയ അപ്സെഡായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്നിനെ എതിർക്കേണ്ടത് അതാത് കാലത്തെ ശക്തി നോക്കിയിട്ടാണ്. സംഘപരിവാറിന് ശക്തി ഇല്ലാത്ത കാലത്ത് അവരുടെ കൂടെ കൂടുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ശക്തി ആർജിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു. പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നിനെ, ശത്രുവിനെയും മിത്രത്തെയും തീരുമാനിക്കേണ്ടത് ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ശരിയുടെയും തെറ്റിന്റെയും യോജിപ്പിന്റെയും വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണേണ്ടി വരും. മൂന്നാമത്തെ ഒറ്റ കാര്യം കൂടി ഞാൻ എന്നോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ആദ്യ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, റോൾ മോഡൽ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് സ്നേഹപൂർവ്വം കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ പോൾ സാർ ഉള്ളതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ്, എവിടെയോ വെച്ച് ഒരാവശ്യവുമില്ലാതെ ഈ ക്ലാസിക്കൽ യുക്തിവാദികൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് വന്നത്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളർച്ചയെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടുത്തെ ഫ്യൂഡലിസവും ഇവിടുത്തെ ഇമ്പീരിയലിസവും ഒന്നും അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ബാധ പറ്റിപ്പോയിട്ടുണ്ടോ? ഉദാഹരണത്തിന് എവിടെ വെച്ചാണ് ഇപ്പോൾ മലയാളത്തിൽ ആദ്യമായി റഷ്യൻ വിപ്ലവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഞാൻ വായിച്ചത് ദാമോദരൻ്റെയാണ്. ആ പുസ്തകത്തിന് കെ ദാമോദരൻ എന്ന മഹാജീനിയസ് ഇട്ട പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? അത് ഓർക്കുന്നവരുണ്ടാവുമല്ലോ. ഈ പുസ്തകശാലയിൽ ആ പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിന്റെ പേര് യേശു ക്രിസ്തു മോസ്കോവിൽ നിന്നാണ്. കാറൽ മാർക്സ് മോസ്കോവിൽ നിന്നല്ല, മഹാനായ ലെനിൻ, ലെനിൻ മോസ്കോവിൽ നിന്നല്ല.
യേശു ക്രിസ്തു മോസ്കോവിൽ. പക്ഷെ അന്നത്തെ സംവാദത്തിന് ഒരു ഗുണമുണ്ട്. സംവാദം ആരെങ്കിലും നടത്തിയാൽ നമുക്ക് വിയോജിപ്പുള്ള എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അയാളെ നികൃഷ്ട ജീവി എന്നൊന്നും പറഞ്ഞ് ചീത്ത വിളിക്കില്ല. അന്നത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ സംവാദത്തെ സംവാദം കൊണ്ട് നേരിടും. ഞാൻ കണ്ടിട്ടുള്ള കേരള ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ ആരാന്ന് ചോദിച്ചാൽ ഫാദർ വടക്കനാണ്. ഫാദർ വടക്കൻ ആ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? പ്രസംഗമല്ല, ഒരു പുസ്തകം. ദാമോദരന്റെ പുസ്തകത്തിന് ബദൽ പുസ്തകവുമായിട്ട് ആ സംവാദത്തിന് രംഗത്ത് വന്നു. പുസ്തകത്തിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു മോസ്കോവിലോ. ദാമോദരൻ അക്കാലത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ഒരാളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ആക്ഷേപവും വിളിച്ചു പറയാം. അദ്ദേഹം ഒരു ആഹ്വാനം കൊടുത്താൽ ആരും ഏത് പള്ളിയിലച്ചന്മാരെയും തല്ലുമായിരുന്നു. പക്ഷേ ദാമോദരൻ പോയി ഒരു 3 ആഴ്ചത്തേക്ക് മുങ്ങി. ദാമോദരൻ തിരിച്ചു വന്നപ്പോൾ പുസ്തക പ്രകാശനം, 3ാമത്തെ പുസ്തകം, ഈ പരമ്പരയിലെ 3ാമത്തെ പുസ്തകം. എന്തായിരുന്നു അത്? അതെ, യേശു മോസ്കോവിൽ തന്നെ. ഇതാണ് സ്നേഹിതന്മാരെ സംവാദം. ഈ സംവാദത്തിന്റെ അന്തരീക്ഷത്തിലല്ലാതെ സംഘപരിവാർ വേദികളിൽ സംവാദത്തിന് പോയതിന്റെ പേരിൽ വലിയ ബലിയാടായ ഒരു പാവം മനുഷ്യനാണ് ഞാൻ ഇവരോട് ചോദിച്ചത്, നിങ്ങൾ ഈ കണ്ണൂർ പൊളിറ്റിക്സ് എങ്ങനെയാണ് കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് മാതൃകയാവുക? മനുഷ്യനെ നിങ്ങൾ വാളുകൊണ്ടും കത്തികൊണ്ടും ഏറ്റുമുട്ടാൻ പോയാൽ അത്തരക്കാരെ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ എന്നും ശക്തിപ്പെടും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംവാദങ്ങളുടെ ഒരു സംസ്കാരത്തിൽ നമുക്ക് പറ്റിയത് എവിടെയാണ്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് അതാണ്, സംവാദമാണ്. സംവാദത്തിന്റെ സംസ്കാരത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാർക്സിനല്ല മാർക്സിസ്റ്റുകൾക്ക് അബദ്ധം പറ്റിയോ? 2. മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. റോൾ മോഡൽ എവിടെയാണ്? ഹോച്ചിമിനെ കുറിച്ചും വിയറ്റ്നാമിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സാർ തുടങ്ങിയത്. ഹോച്ചിമിൻ പണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എടുത്തൊരു ക്ലാസ് ഉണ്ട്. ഇന്ത്യയിലൊരു ഡെലിഗേഷൻ, മെമ്മോയർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ താരിഖ് അലി എന്ന വിഖ്യാതനായ ജേർണലിസ്റ്റ് കെ ദാമോദരനുമായി നടത്തിയൊരു ഇന്റർവ്യൂ, വിഖ്യാതമായ ഒരു പുസ്തകമാണ് മെമ്മോയർ ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ കൗതുകം നിറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡെലിഗേഷൻ വിയറ്റ്നാമിൽ പോയത് അക്കാലത്ത് എന്നത്തെ ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന കാരണവരാണ്. അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും വലിയ കാരണവരാണ് ഹോച്ചിമിനോട് ദീർഘമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹോച്ചിമിൻ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇന്ത്യൻ പാർട്ടി പെസൻസിന്റെ, ഇന്ത്യയിലെ പ്രോലിറ്റേറിയൻസിന്റെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുള്ള, പട്ടിണി പാവങ്ങളുള്ള, കർഷക തൊഴിലാളികളുള്ള നാടാണല്ലോ, എന്താ അവിടെ വിപ്ലവം നടക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പഠിച്ചു വെച്ച മറുപടി, സാറേ, ഞങ്ങൾക്കൊക്കെ പണ്ട് പഠിപ്പിച്ചു തന്ന പാഠം ഞങ്ങളും പറയാറുണ്ട്. അത് ഇന്ത്യയിൽ ഞങ്ങൾ പറയല്ലോ, ഇമ്പീരിയലിസം, ഫ്യൂഡലിസം, മതത്തിന്റെ ആധിപത്യം എന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ ഹോച്ചിമിൻ പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഹോച്ചിമിൻ അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ത്യക്ക് ചേർന്ന ഒരു റോൾ മോഡലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ പറയാം, ശരിയാണല്ലോ, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, സത്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലല്ലോ സാർ. ആര് പറഞ്ഞു ഇല്ല എന്ന്? ഞാൻ പറയാം ആരാണെന്ന്. അയാളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. പോയി പഠിക്കണോ എന്ന് പറയുന്നുണ്ട്. ദാമോദരൻ ഏറ്റു പറയുന്നുണ്ട്, താരിഖ് അലിയുടെ പുസ്തകത്തിൽ ഏറ്റു പറയുന്നുണ്ട്. ഗാന്ധിയെ നമുക്ക് അന്ന് മനസ്സിലായിട്ടില്ല, പിന്നീട് മനസ്സിലായി. അപ്പോഴേക്ക് ഒരുപാട് പേര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ MN റോയ് തൊട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, 2 രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ് MN റോയിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഇവലീന റോയും ഒക്കെ. അപ്പോൾ MN റോയി അവസാന കാലത്ത് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് മഹാത്മാവ് എപ്പോഴാണ് മഹാത്മാവായത് എന്ന് ഞങ്ങൾ അറിയാതെ പോയി എന്നതാണ്. ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മഹാത്മാ എന്ന പുസ്തകം ഉണ്ടല്ലോ, പ്യാരേലാലിന്റെ, മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു പ്യാരേലാൽ. അത് എഴുതുന്നുണ്ട്, മരിക്കുന്നതിന്റെ 24 മണിക്കൂർ മുമ്പ് ഇതുപോലൊരു സന്ധ്യക്ക് പ്രാർത്ഥനാ യോഗത്തിൽ മഹാത്മാഗാന്ധിയോട് ഒരു കൊച്ചുകുട്ടി, ആർക്കും എന്ത് ചോദിക്കാമായിരുന്നല്ലോ ഗാന്ധിയോട്, മഹാത്മാഗാന്ധിയോട് ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല മഹാത്മാവേ, അങ്ങ് മഹാത്മാ എന്ന് എല്ലാവരും അങ്ങയെ വിളിക്കുമ്പോൾ അങ്ങ് എന്താ നിഷേധിക്കാത്തത്? അങ്ങ് സത്യസന്ധനാണെങ്കിൽ നിഷേധിക്കണ്ടേ? മഹാത്മാ എന്ന വാക്ക് ദൈവത്തിന്റെ ഒരു അംശമുള്ള വാക്കാണല്ലോ, അങ്ങേക്ക് ദൈവത്തിന്റെ വല്ല അംശമുണ്ടോ? ഒരു സാധാരണ മനുഷ്യനല്ലേ, അങ്ങ് എന്താ നിഷേധിക്കാത്തത് എന്നൊരു കൊച്ചു പെൺകുട്ടി ചോദിച്ചപ്പോൾ മഹാത്മാവ് പറഞ്ഞു, മോളെ, അത് പറയാൻ സമയമായിട്ടില്ല, അത് തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതമല്ല, എൻ്റെ മരണമാണ്. ഞാൻ ഈ ഭൂമിയിൽ സാധാരണ പോലെ ജീവിച്ച് വാർദ്ധക്യം വന്ന് പട്ടുമെത്തയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ മോള് ലോകത്തോട് പറയണം, അദ്ദേഹം മഹാത്മാവായിരുന്നില്ല എന്ന് ലോകത്തോട് പറയണം. അതല്ല, സത്യമെന്ന് എൻ്റെ ദൈവത്തോട് നീതി പുലർത്താനാവാതെ, സത്യമെന്ന് എൻ്റെ ദൈവത്തോട് കലഹിച്ചിട്ട് ആരെങ്കിലും എന്നെ അക്രമത്തിനിരയാക്കിയിട്ട് കൊല്ലപ്പെട്ടാൽ മോള് ലോകത്തോട് വിളിച്ചു പറയണം, അദ്ദേഹം മഹാത്മാവായിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഗോവിന്ദൻ പറയുന്നുണ്ടല്ലോ സാർ. 2 ഒറ്റ വരിയിൽ അദ്ദേഹം പറഞ്ഞു, ആരാണ് ഗാന്ധി? ആ ജീവിതമല്ലാതെ. എന്താണ് ആ ജീവിതം? ആ മരണമല്ലാതെ. റോൾ മോഡൽ ഇല്ലാതെ പോയി. ഗാന്ധിയെ മനസ്സിലാക്കാൻ വൈകി. ഗാന്ധിയെ ചീത്ത വിളിച്ച് മടുത്തപ്പോഴാണ് പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നെൻ്റെ നാക്കു പൊള്ളുന്നു.
എന്ന് KGS പോലെ കമ്മ്യൂണിസ്റ്റുകാർ പാടി തുടങ്ങിയ കാലത്താണ് നമുക്ക് ഗാന്ധിയെ മനസ്സിലായത്. അത് പലപ്പോഴും ഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത്.